ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖം തന്നെയല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഹാൾ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമേ ഞാൻ ഹാൾ വീഡിയോ എന്ന് പറയാൻ കാര്യം, നിങ്ങൾ ചിലപ്പോൾ വ്ളോഗ് ആയിരിക്കും എന്നൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും വീഡിയോ കാണാൻ വരുന്നത്. പക്ഷേ തംബ്നെയിലിൽ കണ്ടതുപോലെ ഇതൊരു ആമസോൺ ഹാൾ വീഡിയോ ആണ്. ഞാനിപ്പോൾ പുറത്തോട്ട് പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. വീടിൻ്റെ അടുത്തൊരു ഓർഫനേജ് ഉണ്ട്. അപ്പം അവരുടെ കുറച്ച് ഡ്രസ്സൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ്. എല്ലാ മാസവും ഡൊണേറ്റ് ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ എല്ലാ മാസവും ചെയ്യാറില്ല. 6 മാസം കൂടുമ്പം ഞാൻ എൻ്റെ ആയാലും മോൻ്റെ ആയാലും ഹസ്ബൻഡ് ആയാലും ഡ്രസ്സ് അവിടെ കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പം നമ്മൾ കുറേ ഡ്രസ്സ് മേടിക്കാറുണ്ടല്ലേ. നമ്മളിങ്ങനെ കുറേ ഡ്രസ്സ് മേടിക്കുമ്പോൾ നമുക്ക് കുറച്ച് യൂസ് ചെയ്യാത്ത ഡ്രസ്സൊക്കെ കാണും. തീരെ മോശമായിട്ടുള്ളത് കൊണ്ട് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ആരും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയാണ്, ഞാൻ ആ ഓർഫനേജിൽ കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ കുറേ ഡ്രസ്സ് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അതിൽ കീറിയതും മുഷിഞ്ഞതും, ആരോ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, കീറിയതും മുഷിഞ്ഞതുമായിട്ട് കുറേ ഡ്രസ്സ് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊന്നും ദയവ് ചെയ്ത് കൊടുക്കാണ്ടിരിക്കുക. എല്ലാവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്, നല്ല നല്ല ഡ്രസ്സ് ഇടാൻ കൊതിക്കുന്നവരാണ്, കൊച്ചു കുട്ടികൾ തൊട്ട് വയസ്സായവർ വരെ. അപ്പോൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അധികം ഉപയോഗിക്കാത്ത നല്ല രീതിക്കുള്ള ഡ്രസ്സ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മെസ്സേജോടുകൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കുർത്തി സെറ്റ് എന്ന് പറയുന്നത് നല്ല യെല്ലോ കളർ, ബ്രൈറ്റ് യെല്ലോ കളറിൽ വരുന്നൊരു സെറ്റാണ്. ഇതൊരു പ്രത്യേക സ്റ്റൈലാണ് കേട്ടോ. ഇതിന് ഷോളോ ദുപ്പട്ടയോ ഇല്ല, ഇതുപോലത്തെ ചെറിയൊരു സ്കാർഫാണ് അവർ തന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുർത്തി സെറ്റ് മേടിക്കുന്നത്. ഇങ്ങനത്തെ ഒരു മോഡൽ എന്ന് പറയുമ്പം കൈ കുറച്ച് ലൂസായിട്ട് നമ്മുടെ ഹിപ്പിൽ ഒരു എലാസ്റ്റിക് പോലെ അവർ വെച്ചിട്ടുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു XL സൈസിലുള്ള ആൾക്കാർക്ക് വരയ്ക്കും ഇത് സ്ട്രെച്ച് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല രസമുണ്ട്. ഇതിൽ ഇങ്ങനെ ഷെൽസൊക്കെ അവർ ഡെക്കറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഇതിൽ സ്ലിറ്റ് വരുന്ന ഒരു കുർത്തി സെറ്റാണ്. അതുപോലെ സെയിം പ്ലെയിൻ കളർ യെല്ലോ തന്നെയാണ് പാൻറ്റിലും വരുന്നത്. പലാസോ പാൻറ്റ് പോലത്തെ ടൈപ്പാണ്. ഇടാൻ ഭയങ്കര കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. എനിക്ക് തോന്നുന്നു പ്യുവർ കോട്ടൺ അല്ലെങ്കിൽ പോലും മിക്സ് ആണ്. പക്ഷേ നമുക്ക് അങ്ങനെ സ്വെറ്റിംഗ് ഒന്നും എടുക്കത്തില്ല കേട്ടോ. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇടാനായിട്ട് പറ്റും. നമുക്കിത് കോളേജിൽ പോകുമ്പോൾ ഇടാനോ ഓഫീസ് വെയർ ആയിട്ടോ എന്തിനാണെങ്കിലും യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് 2 വീലറൊക്കെ ഓടിക്കുന്ന ലേഡീസിനാണെങ്കിൽ ഈ സ്കാർഫ് അതിന് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത സെറ്റ് ഈ ഒരു ലെമൺ ഗ്രീനിൽ വരുന്ന കുർത്തി സെറ്റാണ്. ഇതിന് ദുപ്പട്ടയുണ്ട്, അതുപോലെ ടോപ്പും പാൻറ്റും സെറ്റായിട്ട് വരുന്നതാണ്. ഇതിൽ ചെറിയ എംബ്രോയ്ഡറി വർക്കുണ്ട്, ഒപ്പം സീക്വൻസ് വർക്കും വെച്ചിട്ടുണ്ട്. എനിക്കിതിൻ്റെ ഷോള് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ലൈറ്റ് വെയിറ്റ് ഷോളാണ്. ഞാൻ പറഞ്ഞില്ലേ സീക്വൻസ് വർക്ക് വെച്ചിട്ടുണ്ടെന്ന്. ഇതാണ് നെക്ക് തൊട്ട് ചെസ്റ്റ് വരയ്ക്കും സീക്വൻസ് വർക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കെട്ട് പോലെ വരുന്നുണ്ട്. നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ആക്കാനോ ലൂസായിട്ട് കെട്ടാനോ പറ്റും. ഇതും നല്ല ബ്രൈറ്റ് കളറാണ്. ക്യാമറയിൽ ഇത് എത്രത്തോളം നല്ല കളറായിട്ട് കിട്ടുന്നു എന്ന് എനിക്കറിയില്ല. ഇതിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. നമുക്ക് നേരിട്ട് കാണുമ്പം നല്ല രസമാണ് കാണാനായിട്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് യെല്ലോ മിക്സ് വരുന്ന ഒരു സെറ്റാണ്. പൊതുവേ നമുക്കൊരു ഗോൾഡൻ ഓറഞ്ച് കളർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതും സീക്വൻസ് ആൻഡ് മിറർ വർക്ക് വെച്ച ഒരു കുർത്തി സെറ്റാണ്. സെയിം കളറാണ് ദുപ്പട്ടയായാലും ടോപ്പായാലും പാൻറ്റായാലും. നമുക്കിത് ഡെയിലി വെയർ അല്ലെങ്കിൽ കൂടി നമുക്ക് നല്ലൊരു പാർട്ടി വെയർ, സിമ്പിൾ വെയർ ആയിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും. ഒരുപാട് ആഡംബരമായിട്ടുള്ള അങ്ങനെ സീക്വൻസ് വർക്കൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് വർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഒരു എലഗൻറ്റ് ലുക്കാണ്. നിങ്ങൾക്ക് ദുപ്പട്ടയിൽ കാണുമ്പോൾ തന്നെ അറിയാം, അതിൻ്റെ ബോർഡറിൽ 2 സൈഡ് ബോർഡറിലും ഇതുപോലെ സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ? ഞാൻ എല്ലാം പൊതുവേ ബ്രൈറ്റ് കളേഴ്സാണ് എടുക്കാറുള്ളത്. ഇപ്രാവശ്യവും ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കളർ കോമ്പിനേഷൻസ് തന്നെയാണ്. എസ്പെഷ്യലി നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പം ഇടാൻ പറ്റിയ ഒരു കുർത്തി സെറ്റാണ് കേട്ടോ. ഇത് നല്ല രസമായിരിക്കും കാണാൻ. സൺറൈസ് സൺസെറ്റ് ആ ഒരു കളറില്ലേ, ഏകദേശം അങ്ങനത്തെ ഒരു ബ്രൈറ്റ് കളറാണിത്. അടുത്തത് നല്ലൊരു പീച്ച്, റെഡ് പീച്ച് ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറിലൊരു കുർത്തി സെറ്റാണ്. ഇതിലും ദുപ്പട്ടയും ടോപ്പും പാൻറ്റും വരുന്നുണ്ട്. ഇതൊരു അനാർക്കലി ടൈപ്പ് സെറ്റാണ്. നമുക്ക് ഷോള് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇടാം കേട്ടോ. ഒന്നില്ലെങ്കിൽ അടിക്ക് നമുക്ക് പിൻ കുത്തി ഇടാം, അല്ലെങ്കിൽ നമുക്ക് കഴുത്തിനോട് ചേർത്ത് ഇങ്ങനെ ഇടാം. എങ്ങനെ ഇട്ടാലും അടിപൊളിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ്. നമുക്ക് ഇടുമ്പോൾ തന്നെ അറിയാം, ഒട്ടും തന്നെ സ്വെറ്റ് ചെയ്യില്ല. നല്ല രസമാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിന് ലൈനിങ് ഇല്ല, പക്ഷേ ഇട്ടാലും നമുക്കങ്ങനെ എന്താ പറയുക, ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല. നല്ല രസമായിരിക്കും ഇട്ടാൽ. ഇതൊരു പക്ക ഓഫീസ് വെയർ അല്ലെങ്കിൽ കോളേജ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ പുറത്ത് നമുക്ക് ഷോപ്പിംഗ് പോകുകയാണെങ്കിലും ഇതുപോലത്തെ കുർത്തി സെറ്റ് ഇട്ടാൽ നല്ല കംഫർട്ടബിളായിട്ട് ഇട്ടുകൊണ്ട് പോകാം. നെക്സ്റ്റ് ഈ ഒരു സെയിം കോട്ടൺ ടൈപ്പിൽ വരുന്ന ഒരു സാൻഡൽ കളർ കുർത്തി സെറ്റാണ്. ഇതിൽ ഫുള്ളും ഫ്ലോറൽ ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത്. ഷോളായാലും പ്യുവർ കോട്ടൺ ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഫുള്ളും ഫ്ലോറൽ പ്രിൻസ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ബേജ് കളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. സാൻഡൽ മിക്സ്ഡ് കളറായിട്ടും പറയാം. എനിക്ക് ഇങ്ങനത്തെ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ മണ്ണിൻ്റെ കളർ എന്നൊക്കെ പറയും. നല്ല രസമാണ് ഈ ഒരു കളർ. ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇടുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ പുറത്തൊക്കെ പോയിട്ട് വന്നാലും, ഞാനിപ്പോൾ പുറത്ത് പോയിട്ട് വന്നിട്ടാണ് ഈ ഒരു ഷൂട്ട് ചെയ്യുന്നത്. നല്ല രസമായിരുന്നു, ഒട്ടും തന്നെ സ്വെറ്റ് ആയില്ല. അടുത്തതും ദുപ്പട്ട പാൻറ്റ് ടോപ്പ് വരുന്ന ഒരു സെറ്റായിട്ടാണ്. ഇതൊരു ലൈറ്റ് ഒണിയൻ കളർ എന്നൊക്കെ പറയാം. ഷോള് ഭയങ്കര എന്താ പറയുക, വെയ്റ്റ്ലെസ് എന്ന് തന്നെ പറയാം. നല്ല രസമായിരുന്നു കാണാൻ. ട്രാൻസ്പെറൻറ്റ് ഷോളാണ്, പക്ഷേ ഈ ഒരു സെറ്റിന് ചേരുന്നത് അങ്ങനത്തെ ഒരു ഷോളാണ്. ഇതിൻ്റെ ടോപ്പായാലും പാൻറ്റായാലും ഒത്തിരി വർക്ക് ചെയ്ത് അങ്ങനെ ആഡംബരമാക്കിയിട്ടില്ല. വളരെ സിമ്പിൾ ചെറിയ ചെറിയ ത്രെഡ് വർക്കാണ് പൂക്കളുടെ.
നല്ല രസമാണ്, നേരിട്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കയ്യിലായാലും നമ്മുടെ ഇടുന്ന പാൻറ്റിൻ്റെ അറ്റത്തിൽ, അതായത് ബോർഡറിലായാലും നെറ്റ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണിത്. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.